ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിനെ കാണാണ്ട് ശ്രുതി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം മനോരമയാണെന്നുണ്ടെങ്കിൽ പ്രീതിക്കെടുത്ത ആഭരണങ്ങളും പ്രീതിക്കെടുത്ത സാരിയൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുത്തശ്ശി അതിന് സമ്മതിക്കുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊക്കെ നിനക്കല്ല ഭംഗി ഉണ്ടാവുക, കല്യാണ പെണ്ണിനായിരിക്കും, ഇതൊക്കെ ഞാൻ പ്രീതിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്, അത് അവൾക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം മനോരമ കയ്യിൽ നിന്ന് ആഭരണങ്ങളും സാരിയൊക്കെ പിടിച്ച് വാങ്ങിച്ച് പ്രീതിക്ക് കൊടുക്കുകയാണ് മുത്തശ്ശി. അതുകൊണ്ട് തന്നെ പ്രീതിനോട് ഭയങ്കര ദേഷ്യം വരികയാണ് മുത്തശ്ശിക്കല്ല, മനോരമയ്ക്ക്. ഇതേ സമയം അശ്വിനെ കാണാണ്ട് വിഷമിച്ച് നിൽക്കുന്ന ശ്രുതി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ കടൽമിഠായി വേഗം വരണേ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, എൻ്റെ വാക്ക് അറം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ ദൈവമേ, അശ്വിൻ സാർ വേഗം തന്നെ എത്തണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അശ്വിൻ അവിടേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന അശ്വിൻ കേൾക്കുകയാണ്. അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ കാണാതെ വിഷമിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ വിഷമിക്കുന്ന എന്തിനാ, അഞ്ജലിമയുടെ ഒക്കെ ഇവിടെ വിഷമിച്ച് ആകെ വിഷമിച്ച് നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടുള്ള എനിക്ക് വിഷമമാണ്. അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഞാൻ എന്നെ കാണാതായപ്പോൾ നിനക്ക് നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട്, എനിക്കത് മനസ്സിലായി എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷെ ശ്രുതി അത് സമ്മതിച്ചു കൊടുക്കുന്നൊന്നുമില്ല. എന്തായാലും ശ്രുതിയുടെ മനസ്സിലും അശ്വിനോടൊരു പ്രണയം ഉണ്ടെന്നുള്ളൊരു കാര്യം അശ്വിന് മനസ്സിലാവുകയാണ്. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.